ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു കേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. അപ്പൊ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ എടുത്തു പറയേണ്ടി വരും. അവൾ അത്രയ്ക്ക് ഒരു പണിയാണ് എനിക്ക് തന്നേക്കുന്നത്. ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അത് ഇവിടെ അടുത്തൊന്നും അല്ല കേട്ടോ, ഇടപ്പള്ളി വരെ ഞാൻ കൊണ്ടു കൊടുക്കണം. അപ്പൊ ആദ്യമായിട്ടാണ് ഇടപ്പള്ളിയിലേക്ക് ഒരു കേക്ക് ഓർഡർ വന്നത് കേട്ടോ. ഇപ്പൊ ഒരു അഡ്രസ്സ് മാത്രമാണ് തന്നേക്കുന്നത്. ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ലൊക്കേഷൻ തരാനായിട്ട് അവിടെ ആളില്ല. പിന്നെ സർപ്രൈസ് ആണല്ലോ, അതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും തരാൻ പറ്റൂല. ഒരു അഡ്രസ്സായിട്ട് അഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോയി കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ടില്ല ഇടപ്പള്ളി വരുമെന്നും. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. പിന്നെ നമ്മൾ ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു ലൊക്കേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഇപ്പോൾ ഒരു അഡ്രസ്സ് മാത്രമല്ല തന്നേക്കുന്നത്, നീ അതൊക്കെ ചോദിച്ചും പറഞ്ഞ് വേണം കൊണ്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കേക്ക് എനിക്ക് അവിടെ എത്തിച്ചേ പറ്റൂ. അപ്പോൾ എന്താ പറയുക, എന്തായാലും നമുക്ക് കാണാം അല്ലേ എന്തൊക്കെയാണ് ഇതിവിടെ നടക്കണേന്നുള്ളത്. അപ്പോൾ ഇനി കേക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനടി യാത്രയാകും. 2 വീലറിലാണ് കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി മുമ്പോട്ടേക്കുള്ള ഇതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ എൻ്റെ ചാനൽ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങളിത് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ബൈക്കിന് ചിറക് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോണത്. ഇതിപ്പോൾ ഈ നട്ടാപ്ര വെയിലത്താണ് ഈ പോണത്. എന്ത് വെയിലാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഒക്കെ ആ സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയിലാട്ട് അത്രയും വെയിലാണ്. ഇപ്പോൾ നമ്മൾ കാറിന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലുലു അങ്ങോട്ടൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരിക്കും. അതുകൊണ്ടാണ് 2 വീലർ തന്നെ എടുത്തത്. അതാവുമ്പോൾ വേഗം പോയി വേഗം വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിന് ഇറങ്ങിയത്. പക്ഷേ പകുതി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ ഇതായി തുടങ്ങിയിട്ടുണ്ട്. അത് അത്രയും വെയിലാണെന്ന് പറഞ്ഞാൽ അത്രയും വെയിലാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതേ ആലുവ പാലം എത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി പോകുന്നതിന് പിന്നെ മെട്രോയായി. മെട്രോ പാലത്തിൻ്റെ കടി കൂടെ ഇങ്ങനെ പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ വലിയ വെയിലൊന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദറിനെ കണ്ടിട്ട്, അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി പുള്ളിയായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് തിരിച്ചു. പിന്നെ കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞപ്പോൾ ലുലു ആയിട്ടോ. അപ്പോൾ കുറച്ചൊരു സമാധാനമായിട്ടുണ്ട്. കാരണം നമ്മുടെ എത്തേണ്ട സ്പോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഒബ്രോൺ മോളിൻ്റെ സൈഡിലുള്ള ആ ഭാഗത്ത് എവിടെയാണ് പോകേണ്ടതെന്നാണ്, ആ ഭാഗത്ത് എവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഒബ്രോൺ മോളാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ ലുലു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അടുത്ത റോഡിലേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ ഒരു സ്പോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുട്ടി ഹെൽമെറ്റ് വെച്ചേക്കണുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഒബ്രോൺ മോൾ എത്തിയിട്ടാണ്. ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഒരു ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, അവരൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1-2 പേരോടൊക്കെ ചോദിച്ചു. അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കടയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അയാളൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കാം കേട്ടോ. ഇനി ആ വഴിയിലെത്തിയിട്ട് വേണം അടുത്ത ആളോട് ചോദിക്കാനായിട്ട്. ഇപ്പോൾ പേര് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും അല്ല അങ്ങനെ. ഇപ്പോൾ ഈ കടയൊക്കെ നടത്തുന്നവരിപ്പോൾ എവിടെയുള്ളവരാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ വഴിയിലേക്ക് കടന്നു. അപ്പോൾ അവർ ഓട്ടോ അവിടെ കിടക്കണ്ടെന്നിട്ട്, അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിക്കാമെന്ന് ഓർത്ത് ഞങ്ങളവിടെ നിർത്തി. ആ ഓട്ടോക്കാരനാണ് ഈ ആരെയോ കാര്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കേണ്ടത് അവിടെയാണെന്ന്. ഞങ്ങൾ ഈ കൈ കാണിച്ച് സ്പോട്ടിലൂടെ കുറച്ച് പോയി കണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുള്ള കേട്ടോ എവിടെയാണെന്നുള്ളത്. പിന്നെ ആരോടും ചോദിക്കുമെന്ന് ഓർത്ത് പിന്നെ ഒരാളോട് ഞങ്ങളവിടെ വഴി ചോദിച്ചായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു തന്നനുസരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ മതിലിലും ഇങ്ങനെ നോക്കിയാണ് പറഞ്ഞത് പേരെഴുതി വെച്ചേക്കുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടും ഒരു രക്ഷയിലാട്ടോ, ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. അവരൊരു ഫോൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് പൊളിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ നമ്പറിൽ വിളിക്കാതെ നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് ചോദിച്ചു തന്നെ പോകേണ്ടത്. അവളവിടെ ചെന്ന് ആരെയോ കണ്ട് ചോദിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല കേട്ടോ. അത് ഇവിടെയുള്ള ആളല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവസാനം ആ നമ്പറിൽ തന്നെ വിളിച്ചു. ആ നമ്പറിൽ വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ കൊടുക്കേണ്ടതിൻ്റെ താഴത്താണ് നിൽക്കുന്നത്. അതായത് ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ ഫ്ലാറ്റിൻ്റെ താഴത്തു നിന്നാണ് ഞങ്ങൾ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആളെ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലാറ്റ്. അപ്പോൾ ഇതിൻ്റെ താഴത്ത് നിന്നാണ് നമ്മൾ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ നമ്പറിൽ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിച്ചു പോകുന്നത്. പക്ഷേ അവസാനം വിളിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സർപ്രൈസായിട്ട് കേക്ക് കൊടുക്കുമ്പോൾ അവർക്കും നല്ല ഹാപ്പി ആയിരിക്കുമല്ലോ. കേക്ക് കാണുമ്പോൾ ഒരു പ്രതീക്ഷിക്കാതെയാണ് ഈ കേക്ക് അവർക്ക് കിട്ടണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചേട്ടൻ്റെ നമ്പറാണ് തന്നിരുന്നത്. അപ്പോൾ ചേട്ടനെ ഫോണിലൂടെ വിളിച്ചാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങളിത് കേക്ക് കൊണ്ട് ചെന്നപ്പോൾ അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അവിടെ അതിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് കൊടുത്തു. പുള്ളിക്കാരത്തി ഹാപ്പിയായി. അത് കണ്ടപ്പോൾ ഞങ്ങൾ അതിലും ഹാപ്പിയായി എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഞങ്ങൾ കേക്ക് കറക്റ്റ് സ്പോട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.